എന്റെ സാറേ, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിൽ വീട്ടിന്റെ മുകളിൽ വന്ന നമ്മൾ എന്താ ചെയ്യാ? അത് വെട്ടിക്കളയാനല്ലേ നോക്കൂ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പാ. ആ കൊച്ചു ഇവിടെ വന്നതിന് ശേഷം നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നു. ഇനി ഇതിലും വലിയ ദുരന്തങ്ങൾ വരും. ആ ദുരന്തം നേരിടാൻ നിൽക്കാതെ ദുരന്തം വരാതിരിക്കാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയല്ലേ നല്ലത്. ഇയാളെന്തീ പറഞ്ഞിരുന്നേ? കേട്ടില്ലേ കിടന്ന് കീറി പൊളിക്കുന്നത്? നമ്മുടെയൊക്കെ കാലനായി ജനിച്ചിരിക്കുന്ന ആ കൊച്ചിനെ ഇവിടെ ഇനി വേണോ സാറേ? ഇയാളെന്തീ പറഞ്ഞിരുന്നേ? കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും ആക്കണം സാറേ. എന്നാലേ ഈ വീടും വീട്ടിലുള്ളവരും രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം. അവനവന്റെ ജീവിതം അതാണ് മുഖ്യം. അത് കഴിഞ്ഞേ എന്തും ഉള്ളൂ. എന്തും. പ്രതിയായി ആരോപിക്കപ്പെട്ട സത്യഭാമ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതുകൊണ്ടും പ്രതിയുടെ പ്രായവും ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന കാരണത്താലും സ്റ്റേഷൻ അതിർത്തി വിട്ടു പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിലും 2 ആൾ ജാമ്യത്തിന്റെ പുറത്ത് ജാമ്യം അനുവദിക്കുന്നു. കേസിന്റെ തുടർന്നുള്ള വാദം അടുത്ത മാസം 28-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. സത്യമേ, തക്ക സമയത്ത് നീ വന്നല്ലോ. ഇതിനെങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അരുണെ പോലൊരു അഡ്വക്കേറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ കേസിൽ ചിലപ്പോൾ ജാമ്യം പോലും കിട്ടില്ലായിരുന്നു. അവർക്ക് കാണിക്കാൻ തെളിവൊന്നുമില്ലായിരുന്നു. അത് തന്നെയാ നമ്മുടെ വിജയവും. എവിടെയെങ്കിലും ഒരിടത്തൊരു തെളിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോ പെട്ടുപോയനെ. ആ, ഇത് അമ്മയുടെ റൈറ്റ് ഹാൻഡ്. ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നതും ഇയാളാ, ശിവൻ. ഹലോ. ഹായ്. നേരിട്ട് കാശ് വാങ്ങിച്ച ഏർപ്പാടായതുകൊണ്ടാ നമുക്ക് രക്ഷയായത്. ഒരു മിനിറ്റ്. സത്യമ്മേ, ഇനി സത്യമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇനി സത്യമ്മയ്ക്ക് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും വരില്ല.